അപ്പോൾ എല്ലാവർക്കും ദൂരത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ആ കോൺവാളിൻ്റെ ബാക്കി വീഡിയോസാണ്. അപ്പോൾ അത് ഇച്ചിരി ഇടാൻ ലേറ്റായിപ്പോയി, ഇച്ചിരി തിരക്കായിപ്പോയി. ഞങ്ങൾ ഡേ 3 ആണ്. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഡേർഡിൽഡോ നേരെ പെൻസാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ അഫീസിക്ക ആൻഡ് ഫാമിലി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഫീസിക്ക എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ ഷെഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം പുള്ളിയും പുള്ളിയുടെ വൈഫും പിന്നെ 2 പിള്ളേരും ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ക്യാമ്പിൽ നിന്ന്, കാരണം ഞങ്ങൾ ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് വളരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പരമാവധി സൈലൻ്റായിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ 2 പിച്ചാണ് ഞങ്ങൾ എടുത്തത്. 2 ഇലക്ട്രിക് പിച്ചാണ്. പുറത്ത് റൈറ്റ് സൈഡിൽ ആദർശിൻ്റെതും ലെഫ്റ്റിൽ ഞങ്ങളുടേതുമാണ്. ഞങ്ങളുടെ ഈ സ്ക്രൂ ഫിക്സ് എന്ന് പറയുന്ന ഒരു കടയിൽ നമുക്ക് ഈ ചെറിയ അഡാപ്റ്റർ കിട്ടും. ഒരു 3.99 ഉള്ളൂ. പിന്നെ ഹാൽഫോർഡിന് ഞാനൊരു എക്സ്റ്റൻഷൻ ബോക്സ് 10 മീറ്ററിൻ്റെയും മേടിച്ചു. അപ്പോൾ നമുക്കത് ചീപ്പായിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഇതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോക്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള ട്രിപ്പുകളിലാണെങ്കിലും ചിലപ്പോൾ ചില പിച്ചുകളിൽ ഇത് ഇച്ചിരി ദൂരെ ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. ഞങ്ങളുടേത് ഒരു 3 പേഴ്സൺ ടെൻ്റാണ്. അപ്പം ഒരു പോർച്ചും ഉണ്ട്, പിന്നെ അകത്തൊരു ബെഡ്റൂം ഇതുപോലത്തെ ഒരു സൗകര്യമുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ്. പിന്നെ ബ്ലാക്കാണ് ഇൻസൈഡ്, അപ്പോൾ നമുക്ക് ഇച്ചിരി നല്ല സ്ലീപ്പൊക്കെ കിട്ടാൻ നല്ലതാണ്. പിന്നെ ആ സൈഡിൽ കാണുന്നതാണ് ടോയ്ലറ്റുകളൊക്കെ. അപ്പോൾ അവിടെ കുറേ ഷവറിങ് റൂമുകളുണ്ട്, കുറേ ടോയ്ലറ്റ്സും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വാഷിംഗ് ഏരിയ എല്ലാം ഉണ്ട്. നമുക്കത് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. വാഷിങ്ങിന് നമ്മൾ കോയിൻ ഉപയോഗിക്കണം, അങ്ങനെ പേ ചെയ്ത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വന്നത് ലാൻഡ് സെൻറ്ററിലേക്കാണ്. അപ്പം ഞങ്ങളിനിപ്പോൾ പാർക്കിങ്ങിലേക്ക് കയറാൻ പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. കുറച്ചപ്പുറത്തായിട്ട് അവിടെ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് സ്പേസ് കാണിച്ചു തന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പം കുറേ മെഷീൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് കയറി. ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസിൽ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം വരുന്നൊരു വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ഷോസ് 3D ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി. പക്ഷേ ഞങ്ങളതൊന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് റേറ്റൊക്കെ ആയിരുന്നു മുമ്പേ കണ്ട ആ ബോർഡിൽ. അപ്പം ഞങ്ങൾ പിന്നെ നേരെ പോയി. ഇവിടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്. അവിടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങ് നടന്ന് നീങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സൈൻ പോസ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. ആദ്യം ഞങ്ങൾ നേരെ പോകാമെന്നുള്ളൂ. പിന്നെ ഓർത്തുനിന്ന് ഇത് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോകാമെന്നുള്ള പ്ലാനിൽ പിന്നെ ഞങ്ങളിവിടെ ക്യൂ നല്ല, പിന്നെ തിരിച്ചു വരുമ്പോൾ വലിയ ക്യൂ ആയാലോ എന്ന് ഓർത്ത്. അപ്പോൾ ഇതൊരു ഫോട്ടോ എടുക്കുന്നതിന് 10 പൗണ്ടാണ് വരുന്നത് ഒരു ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ എങ്ങനെയാണേലും. അപ്പം അതൊരു 3-4 ക്ലിക്ക് അവരെടുക്കും. അപ്പോൾ അതിനകത്ത് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ടല്ല നമ്മുടെ ഫോണിലും എടുക്കാം. പക്ഷേ അവരെടുത്ത് തരത്തില്ല, സ്റ്റാഫ് എടുത്ത് തരത്തില്ല. നമ്മളൊന്നെങ്കിൽ ക്യൂ നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുക്കാം. പിന്നെ ആ ബോർഡിൽ നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം, നമ്മുടെ പേരോ ഡേറ്റോ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. അവർ 2 ലൈൻസിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, 2 ബോർഡിലും. പിന്നെ അവർ ഞങ്ങളുടെ സമയപ്പോൾ അവർ പറഞ്ഞത് ഭയങ്കര പാടാണ്, ഭയങ്കര ക്യൂ ആയതുകൊണ്ട് പിന്നെ അവരെ മുകളിലത്തെ ഒരു ലൈൻ മാത്രം അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സൈൻ പോസ്റ്റിന് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു വന്ന ഈ ഒരു കോസ്റ്റൽ പാത്തിൽ കൂടെ ഒരുപാടങ്ങ് നടക്കാമെന്ന്, പറ്റുന്നിടത്തോളം നടക്കാമെന്ന് കരുതി. ആക്ച്വലി അതിൻ്റെ ഒരു കഫേ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡിലായിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അത് ഇംഗ്ലണ്ടിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് കഫേ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ലാൻഡ് സെൻഡ് ആണല്ലോ. അപ്പം ഇത് ഏകദേശം ഏറ്റവും ഒരു സൗത്ത് എൻഡ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇംഗ്ലണ്ടിൻ്റെ. അതുകൊണ്ട് ഈ ഒരു കഫേ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് കഫേ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആക്ച്വലി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഈ നടന്നത്. കാരണം നല്ല വെയിലായിരുന്നു, ചെറുതായിട്ട് വിശക്കുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഈ നടക്കുന്ന വഴി ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ
ഇവിടെ ഏകദേശം 130-ലധികം ഷിപ്പ് ബ്രെക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇടിച്ചിവിടെ വന്ന് കിടന്ന പണ്ട് ഇവിടെ ഏതോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടിച്ചിവിടെ കിടന്ന ഒരു ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഒരു ക്ലിഫിൻ്റെ ഇടയ്ക്കായിട്ട് കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അത് കാണുക എന്നുള്ളതായിരുന്നു മെയിൻ എയിം. അപ്പം നമ്മൾ താഴെ കാണുന്നതാണത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷിപ്പ് വന്ന് ഇടിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നേരെ ക്യാമ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം ഇവിടെ കാണാൻ ഞങ്ങൾ നടക്കണ്ടെന്ന് വെച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ കണ്ടതാണ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ആയിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ചെറിയ മിനിയേച്ചർ ഹൗസുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് റൗണ്ടായിട്ട് ഫുള്ള് ഇങ്ങനെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പിന്നെ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 8 പൗണ്ട്സ് എങ്ങാണ്ടായിരുന്നു, 4 മണിക്കൂർ പാർക്കിങ്ങിന് അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അപ്പം ഞങ്ങളതാണ് എടുത്തത്. പിന്നെ 24 ഹവേഴ്സിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ വ്യത്യാസം വരുന്നില്ല, 2-3 പൗണ്ടിൻ്റെ വ്യത്യാസമുള്ളൂ. ഇനി അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് വന്നു. ഞങ്ങൾ വേറെ എവിടെയും പോയില്ല. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കുക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ വരാമെന്നുള്ള ഇതിൽ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് അങ്ങോട്ടുള്ളൊരു വഴിയാണ്, ക്യാമ്പിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ക്യാമ്പിങ്ങിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അവരായിരിക്കുമല്ലോ വേറെ പുതിയ ആൾക്കാർ. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പ്ലാനും വന്നുകൊണ്ടുപോയില്ല. കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലം മൊത്തം കണ്ട് തീർക്കാൻ പറ്റത്തില്ലെന്ന്. അഫീസിക്കയുടെ ഒക്കെ ക്യാമ്പിങ് വന്ന ആ സൈഡിലാണ്. ഇപ്പോൾ അങ്ങോട്ട് അവർ തിരിഞ്ഞു പോയി. ഞങ്ങളുടെ ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ ഇവിടെയായിട്ട് കാരണം അവരുടെ മീഡിയം പിച്ചായിരുന്നു, ഞങ്ങളുടെ സ്മോൾ പിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പിച്ചിന് ഏകദേശം റേറ്റ് വരുന്നത് ഈ സ്മോൾ പിച്ചിന് 28 പൗണ്ട്സാണ് വരുന്നത് ഇലക്ട്രിക് പിച്ചിന്, മറ്റേതിന് മീഡിയത്തിന് 35. അപ്പോൾ ശരിക്കും ഞങ്ങൾ 2 പിച്ച് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരെണ്ണം മതിയായിരുന്നു. ഒരു പിച്ച് ഇതിന് 2 ടെൻറ്റ് ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അടുത്തത് കുക്കിങ്ങിലേക്ക് കിടന്നു. ഇവിടെ വെച്ചാരും ചിക്കനും കട്ട് ചെയ്യണ കാര്യമായിട്ടായിരുന്നു. Cutting master. Hello. Hello. Say hi. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഹൈറ്റുള്ള ടെൻറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചിലവരുടെയൊക്കെ പോർച്ച് വലുതായിട്ടുള്ളപ്പോൾ നമുക്ക് അതിനകത്ത് കുക്കിംഗ് ഒക്കെ നടക്കും. ഞങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ട് ഈ കാറ്റിൻ്റെ പ്രശ്നം ഇതൊക്കെ ആയിട്ട് ഇച്ചിരി ഞങ്ങൾ ബുദ്ധിമുട്ടി. എല്ലാവരും ഒരു ഹൈറ്റുള്ള ടെൻറ്റ് മേടിക്കാനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ചോറും പിന്നെ ചിക്കൻ കറിയും അച്ചാറുമായിരുന്നു ഞങ്ങളുടെ മെനു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഈ ലൈറ്റ് പൊല്യൂഷൻ കുറവുള്ളതുകൊണ്ടാണ് തോന്നുന്നു. നമുക്ക് ഈ നൈറ്റ് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് സ്കൈ കാണുന്നത്, മൊത്തം സ്റ്റാർസും പിന്നെ നമുക്ക് ഈ മൊത്തം ഈ ഷൂട്ടിംഗ് സ്റ്റാർസ് ആയിരുന്നു കുറേ. അപ്പോൾ നമ്മളത് വളരെ വർഷത്തിൽ 1-2 ചിലപ്പോൾ അങ്ങനെ റെയറായിട്ട് കാണുന്ന ഒരു സംഭവം അവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നല്ലൊരു അത്ഭുതപ്പെടുത്തിയ കാഴ്ചയായിരുന്നു. പിന്നെ ഇതിപ്പം അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണ്. ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കാരമൊക്കെ ആക്കി ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഗുഡ് ഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.